എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്സ് ഓഫ് മാറ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇത്. ആദ്യത്തെ രണ്ട് പാർട്ടും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, ചെക്ക് ചെയ്യുക. നമുക്കിന്ന് പഠിക്കാനുള്ളത് കോമ്പൗണ്ടിനെ കുറിച്ചാണ്. കോമ്പൗണ്ട് എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോമ്പൗണ്ട്? എലമെന്റുകൾ ചേർന്നാൽ കോമ്പൗണ്ട് ഉണ്ടാകും. എലമെന്റുകൾ ചേർന്നാൽ കോമ്പൗണ്ട് ഉണ്ടാകും. ഇവിടെ നോക്കൂ, ഇപ്പൊ കാർബൺ ഡയോക്സൈഡ്, നമ്മുടെ ഒരു കോമ്പൗണ്ട് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് എന്ന് പറഞ്ഞൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാർബൺ ഡയോക്സൈഡ് എടുത്താൽ കാർബൺ ഡയോക്സൈഡ് എടുത്താൽ ഈ കാർബൺ ഡയോക്സൈഡിൽ എന്തൊക്കെയുണ്ട്? കാർബണിന്റെ എലമെന്റും ഉണ്ട്, ഓക്സിജന്റെ എലമെന്റും ഉണ്ട്. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ അതില് അപ്പൊ കാർബണിന്റെ ആറ്റവും ഉണ്ട്, ഓക്സിജന്റെ ആറ്റവും ഉണ്ട്. അടുത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് എടുത്താലോ അതുപോലെ തന്നെ. ഏതൊക്കെ? ഹൈഡ്രജന്റെ ഒരു ആറ്റവും ഉണ്ട്, ക്ലോറിന്റെ ആറ്റവും ഉണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ എലമെന്റും ഉണ്ട്, ക്ലോറിന്റെ എലമെന്റും ഉണ്ട്. അത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ആവും. കാർബണിന്റെ ആറ്റവും ഓക്സിജന്റെ ആറ്റവും കൂടെ ചേർന്ന് വരുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ വാട്ടർ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വാട്ടർ ഏതൊക്കെ ചേരുമ്പോഴത്തേക്കാണ് വാട്ടർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഹെൻറിയുടെ കാവൻഡിഷ് ഒക്കെ പറഞ്ഞിരുന്നു. എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നാണ് വാട്ടർ ഉണ്ടാകുന്നതെന്ന്. അപ്പൊ വാട്ടറിൽ ഏതിന്റെയൊക്കെ എലമെന്റ്സ് ഉണ്ട്? ഹൈഡ്രജൻ, ഓക്സിജൻ എന്നല്ലോ. അപ്പൊ ഹൈഡ്രജന്റെ എലമെന്റും ഉണ്ട്, ഓക്സിജന്റെ എലമെന്റും ഉണ്ട്. അത് നമുക്കിവിടെ എഴുതാം. വാട്ടറില് ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജൻ, ഓക്സിജൻ. ഷുഗർ എങ്ങനെയാണ്? നമ്മൾ ഷുഗർ ചൂടാക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ഉണ്ടാവും നേരത്തെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഷുഗറിനെ ചൂടാക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലൊരു കാർബൺ ഉണ്ടാകും, പിന്നെന്തോ ഉണ്ടാവും? വാട്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ വാട്ടർ എന്തൊക്കെ ചേരുന്നതാണ്? വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേരുന്നതാണ് എന്നല്ലോ. അപ്പൊ ഈ ഷുഗറിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആറ്റം ചേരുമ്പോഴാണ് ഷുഗർ ഉണ്ടാകുന്നത്. ഏതൊക്കെ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ, ക്ലിയർ ആയോ? മെർക്കുറിക് ഓക്സൈഡില് ഏതൊക്കെ ഉണ്ടാവും? മെർക്കുറി ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താണെന്ന്? വ്യത്യസ്ത എലമെന്റുകളുടെ ആറ്റങ്ങൾ ചേർന്ന് വരുന്നതാണ്. കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കാർബൺ ഡയോക്സൈഡ് ഈസ് എ കോമ്പൗണ്ട്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. ഏതിന്റെയൊക്കെ? കാർബണിന്റെയും ഓക്സിജന്റെയും ഒരു കോമ്പൗണ്ട് ആണ്. കാർബണും ഓക്സിജനും ചേർന്ന് വരുന്നതാണ് കാർബൺ ഡയോക്സൈഡ്. അതായത് കാർബൺ ഡയോക്സൈഡ് ഈസ് ഫോംഡ് when carbon burns in oxygen. എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത്? കാർബൺ ബേൺസ് ഇൻ ഓക്സിജൻ. കാർബൺ ഓക്സിജനിൽ കത്തുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. കാർബൺ ഡയോക്സൈഡ് ഈസ് ആൾസോ ഫോംഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റിന് ഡീകമ്പോസിഷൻ വഴിയാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. അതായത് ഇതാണ് ആസിഡ്, കാർബണേറ്റിൽ ആസിഡ് ഒഴിച്ചാൽ അതിനകത്തായിട്ട് മാറുന്ന കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. അപ്പൊ കാർബൺ ഡയോക്സൈഡും ഒരു കോമ്പൗണ്ട് ആണ്. എങ്ങനെയാണ്? കാർബൺ ഓക്സിജന് കത്തുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. കാൽസ്യം കാർബണേറ്റിൽ ഡീകമ്പോസിഷൻ സംഭവിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. മനസ്സിലായ? ഇവിടെ കാർബൺ ഡയോക്സൈഡിന്റെ കാര്യമാണ് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ എലിമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എന്തൊക്കെയുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഏതൊക്കെ? കാർബണിന്റെയും ഓക്സിജന്റെയും എലമെന്റ് ചേർന്നതാണ് കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, CO2 എന്ന് എഴുതാം. ഇതിനെ ഇങ്ങനെ എഴുതുന്നതിന് കെമിക്കൽ ഫോർമുല എന്ന് പറയും. അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CO2. കാർബൺ ഡയോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്?
CO2. ഇവിടെ നോക്കൂ, ഇതെന്ന് പറയുന്നത് എത്ര മോളിക്യൂൾസ് ഉണ്ട് ഈ CO2-ല്, കാർബൺ ഡൈ ഓക്സൈഡില്? ഇവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിനെന്താണ് അർത്ഥം? ഒന്നെന്നാണ് അർത്ഥം. ഈ ഭാഗത്ത് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിന് എന്താണ് അർത്ഥം? ഒന്നെന്നാണ് അർത്ഥം. അപ്പൊ എത്ര മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? ഒരു മോളിക്യൂൾ. 1 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതില് കാർബണിന്റെ എത്ര ആറ്റം ഉണ്ട്? കാർബൺ എത്ര ഉണ്ട്? ഈ മോളിക്യൂളും ഈ കാർബണിന്റെ അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് ഒന്നെന്നാണ് അർത്ഥം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് എന്തോന്ന്? ആറ്റം. നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ കാർബണിന് എത്ര ആറ്റംസ് ഉണ്ട്? ഒരാറ്റം. ഓക്സിജന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതാം? ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? ഒരു മോളിക്കൂളും 2 ഓക്സിജനും. 1 into 2 എത്ര? 2. അപ്പൊ ഇതിനെ നമുക്ക് ഈ 1 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ റേഷ്യോ എഴുതാം. എങ്ങനെ എഴുതാം? 1:2. എന്താണ് റേഷ്യോ? എന്തുകൊണ്ടാണ്? ഒരു കാർബണും 2 ഓക്സിജനും 1:2 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് എഴുതാം. ആ കാര്യമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആറ്റംസ് എന്ന് പറയുന്നത് ഒരു കാർബൺ 2 ഓക്സിജൻ. കെമിക്കൽ ഫോർമുല CO2. വാട്ടറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെയും പഠിച്ചു. വാട്ടർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇതല്ലോ, ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2O. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? H2O. ഈ H2O എന്ന് പറയുമ്പോൾ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര മോളിക്യൂൾസ് ഉണ്ട്. അവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഇതാണ് അവിടുത്തെ മോളിക്യൂൾസ്. 1 മോളിക്യൂൾ ഓഫ് എന്തോന്നാണ്? വാട്ടർ. അങ്ങനെയെങ്കിൽ വാട്ടറിലെ ആറ്റംസ് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എഴുതാം. വാട്ടർ എടുത്താൽ എത്ര ആറ്റംസ് ഉണ്ട്? ഹൈഡ്രജന്റെ എത്ര ഉണ്ട്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഈ 1ഉം ഈ 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 2 2 ആറ്റം. ഓക്സിജൻ ആകുമ്പോഴത്തേക്ക് 1ഉം ഇവിടുത്തെ 1ഉം. ഓയുടെ അവിടെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അത് ഒന്നെന്നാണ് അർത്ഥം. 1 into 1 എത്രയുണ്ട്? അപ്പം മൊത്തം എത്ര ആറ്റം ഉണ്ട് ഈ വാട്ടറില്? വാട്ടറില് എത്ര ആറ്റം ഉണ്ട് മൊത്തം? 3 ആറ്റം. ഓക്കെ, ക്ലിയർ ആയ? ഇവിടെ അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിലാണെങ്കിൽ മൊത്തം എത്ര ആറ്റം ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിലും എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റംസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ കെമിക്കൽ ഫോർമുല ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് H2SO4. How many hydrogen atoms are present in the molecules of sulfuric acid? Sulfuric acid എങ്ങനെയാണ് എഴുതുന്നത്? H2SO4. നമുക്ക് എഴുതാം. ഇത് എത്രയാണ്? എത്ര മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്? 1 മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് തന്നല്ലോ. H2SO4 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. 1 മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി ഇതിൽ ഹൈഡ്രജൻ എത്രയുണ്ട്? ഹൈഡ്രജന്റെ എത്ര ആറ്റം ഉണ്ട്? 1 into 2 എത്ര വരും? 2 ആറ്റം. ക്ലിയർ ആയോ? ഇനി സൾഫറിന്റെ എത്ര ആറ്റം ഉണ്ട്? ഇവിടെ ഒരു എസിന്റെ അടുത്ത് 1, ഇപ്പുറം മോളിക്യൂൾസിന്റെ 1. അപ്പൊ 1 into 1 ആറ്റം. ഇനി ഏത്? ഓക്സിജൻ എത്ര ആറ്റം ഉണ്ട്? ഇവിടുത്തെ 1, ഇവിടുത്തെ 4. അപ്പൊ അങ്ങനെ 1 into 4 ആറ്റം. അപ്പൊ മൊത്തം എത്ര ആറ്റം ഉണ്ട് എല്ലാം കൂടെ? 2, 4, 2, 6, 1, 7 ആറ്റം. 7 ആറ്റം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ കെമിക്കൽ ഫോർമുല ഓഫ് സൾഫ്യൂരിക് ആസിഡ് H2SO4. How many hydrogen atoms are present on molecule of sulfuric acid? എത്ര ഹൈഡ്രജൻ ആറ്റം? 2. ഇവിടെ നമുക്ക് 2 എഴുതാം. എന്നല്ലോ. How many sulfur atoms are present? സൾഫറിന്റെ എത്ര ആറ്റം ഉണ്ട്? 1 ആറ്റം. How about oxygen atom? Oxygen atom എത്രയുണ്ട്? 4. Altogether how many atoms are present in sulfuric acid? 2 H2SO4
H2SO4 എത്ര ആറ്റംസ് ഉണ്ടെന്നാണ്. അപ്പൊ 2 ആവുമ്പോഴത്തേക്ക് എത്ര മോളിക്യൂൾസ് വരെയാണ് ഇവിടെ? 2 ആവുമ്പോഴത്തേക്ക് 2 മോളിക്യൂൾസിലാണ് നമുക്ക് കാണേണ്ടത്. നമ്മളിപ്പോ കണ്ടത് ഒരു മോളിക്യൂൾസിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ 2 മോളിക്യൂൾസിൽ നമുക്ക് കാണാം. എങ്ങനെ കാണാം? 2H2SO4. ഹൈഡ്രജൻ എത്ര ആറ്റം ഉണ്ട്? ഹൈഡ്രജൻ എത്രയുണ്ട്? ഇവിടെ 2, ഇവിടെ 2. ഇതെത്രയാണ്? 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ആണ്. ഇതെത്രയാണ്? 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ആണ്. 2 മോളിക്യൂൾസ് ഓഫ് ആസിഡ് ആണ്. H2SO4 2 മോളിക്യൂൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അതായത് ഹൈഡ്രജന്റെ എത്ര ആറ്റം ഉണ്ട്? 2 into 2 4 ആറ്റം. സൾഫറിന്റെ ആണെങ്കിലോ അതും അതുപോലെ തന്നെ. ഇവിടെ 1, എസിന്റെ അടുത്ത് 1, ഇവിടത്തെ 2. ഇങ്ങനെ എഴുതാം. 2 into 1 2. അങ്ങനെയെങ്കിൽ ഓക്സിജന്റേതാണെങ്കിലോ ഓക്സിജന്റെ എത്രയാണ്? 2 into 4. അപ്പൊ എത്രയായിട്ട്? 8. ഈ ടോട്ടൽ ആറ്റംസ് എത്രയുണ്ട്? 4ഉം 2 6, 6ഉം 8 14. ടോട്ടൽ എത്ര? 14 ആറ്റംസ്. അതാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. മൊത്തം എത്ര ആറ്റംസ് ഉണ്ട്? അപ്പൊ നമുക്ക് ഇവിടെ എത്ര എഴുതാം? 14 ആറ്റംസ് എന്നല്ലോ. അപ്പൊ 2 മോളിക്യൂൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡില് 2 മോളിക്യൂൾസ് ഓഫ് സൾഫ്യൂരിക് ആസിഡില് എത്ര ആറ്റംസ് ഉണ്ട്? മൊത്തം 14 ആറ്റംസ് ഉണ്ട്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? Determine the total number of atoms present in the molecules of given below. കുറച്ച് തന്നിട്ടുണ്ട്. എല്ലാത്തിന്റെയും ആറ്റം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യത്തത് കാർബൺ ഡൈ ഓക്സൈഡ് CO2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. എങ്ങനെ കണ്ടുപിടിക്കാം? കാർബണിന്റെ എത്ര ആറ്റം ഉണ്ട്? ഇത് CO2 എന്ന് പറയുന്നത് എത്ര മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്? 1 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നല്ലോ. 1 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ കാർബണിന്റെ എത്ര ആറ്റം ഉണ്ട്? ഇവിടുത്തെ 1, ഈ മോളിക്യൂളിന്റെ ഇവിടുത്തെ 1. ഇവിടെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ 1 എന്നാണ് അർത്ഥം. 1 into 1 1. ഓക്സിജന്റെതോ 1 into 2 2. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 3 ആറ്റംസ്. ഓക്കെ, ക്ലിയർ ആയോ? 3 ആറ്റംസ്. നമുക്ക് ഇവിടെ എഴുതാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇവിടെ എത്ര ആറ്റംസ് പ്രസന്റ്? 3 ആറ്റം. അടുത്ത് 5H2O. 5H2O. അപ്പൊ എത്ര മോളിക്യൂൾസ്? H2O വാട്ടർ. വാട്ടറിന്റെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 5 മോളിക്യൂൾസ് ഓഫ് വാട്ടർ. 5 മോളിക്യൂൾസ് ഓഫ് വാട്ടർ. ഹൈഡ്രജൻ എത്രയുണ്ട്? മോളിക്യൂൾസിന്റെ 5ഉം ഇവിടുത്തെ ഹൈഡ്രജന്റെ അടുത്ത് 2. അപ്പൊ എങ്ങനെ എഴുതാം? 5 into 2 is equal to 10. അടുത്ത ഓക്സിജന്റെ എങ്ങനെ എഴുതാം? ഈ മോളിക്യൂൾസ് 5 into 1 എങ്ങനെ എഴുതാം? 5. അപ്പൊ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? 15 ആറ്റംസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. എത്ര ആറ്റംസ് ഉണ്ട്? മൊത്തം 15 ആറ്റംസ്. 7 NH3. NH3 എന്താണ്? അമോണിയം. എത്ര മോളിക്യൂൾസ് ഉണ്ട്? 7 മോളിക്യൂൾസ് ഓഫ് NH3. എത്ര? നൈട്രജൻ എത്രയാണ്? 7 into 1 7. ക്ലിയർ അല്ലേ? ഹൈഡ്രജന്റെ 7 into 3 24. അപ്പൊ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? 28 ആറ്റംസ്. കണ്ടല്ലോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ എത്ര എഴുതാം? 28 ആറ്റംസ്. അടുത്ത് C12H22O11. ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2 മോളിക്യൂൾസ്. ഇതില് കാർബൺ എത്ര കാർബണിന്റെ ആറ്റം ഉണ്ട്? 2 into 12. എത്ര ആറ്റം? 24. അടുത്ത് ഹൈഡ്രജന്റെ എത്ര ആറ്റംസ് ഉണ്ട്? 2 into ഹൈഡ്രജന്റെ അവിടുത്തെ 22. എത്ര വരും? 44. അടുത്ത ഓക്സിജന്റെ എത്ര ആറ്റംസ് ഉണ്ട്? അപ്പൊ ടോട്ടൽ നമ്പർ എത്ര ആറ്റംസ് ഉണ്ട്? എല്ലാം കൂടെ 90 ആറ്റംസ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 90. ഇവിടെ നമുക്ക് എത്ര എഴുതാം? അടുത്ത 3NaCl സോഡിയം ക്ലോറൈഡ്. 3
NaCN എങ്ങനെ എഴുതാം? എത്ര മോളിക്യൂൾസ് ഉണ്ട്? 3 മോളിക്യൂൾസ്. 3 മോളിക്യൂൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അതില് സോഡിയം എത്ര? എത്രയുണ്ട്? 3 into 1 3. അടുത്ത് ക്ലോറിൻ എത്രയുണ്ട്? Cl എങ്ങനെ എഴുതാം? 3 into 1 3. അപ്പൊ ടോട്ടൽ നമ്പർ എത്രയുണ്ട്? 6 ആറ്റം. എത്ര? അടുത്ത് സിങ്ക് ക്ലോറൈഡ് ZnCl സിങ്ക് ക്ലോറൈഡ് എത്ര മോളിക്യൂൾസ് ആണുള്ളത്? 1 മോളിക്യൂൾസ് ഓഫ് സിങ്ക് ക്ലോറൈഡ്. എത്രയല്ലോ? 1 മോളിക്യൂൾസ്. പിന്നെ സിങ്ക് Zn എത്രയുണ്ട്? 1 into 1 1. Cl2 എത്രയുണ്ട്? ക്ലോറിൻ എത്രയുണ്ട്? 1 into 2 2. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ട്? 3. അപ്പൊ നമുക്ക് ഇവിടെ എത്ര എഴുതാം? 3 ആറ്റംസ്. 3 ആറ്റംസ് എഴുതാം. ക്ലിയർ ആയോ? എത്രയും? ഇനി മീഥേന്റെ ഒരു ബോൾ സ്റ്റിക്ക് മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആയോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിന്റെ ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.